അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്ന വേടൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. കഴിഞ്ഞ ദിവസം വേടനെ വലിക്കേസിൽ പിന്നെ പോലീസ് പൊക്കിയിട്ടുണ്ടായിരുന്നു. 6 ഗ്രാം കഞ്ചാവായിരുന്നു പുള്ളിക്കാരന്റെ കയ്യിലുണ്ടായിരുന്നത്. 6 ഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ സ്മോൾ ക്വാണ്ടിറ്റി ആണ്. പക്ഷെ ഇവൻ പെട്ടിരിക്കുന്ന വേറൊരു കാര്യത്തിലാണ്. ഇവന്റെ കഴുത്തിൽ ഒരു പുലിപ്പല്ല് ഉണ്ടായിരുന്നു. ഇതിനകത്താണ് ഇവൻ പെട്ടിരിക്കുന്നത്. ഓൾറെഡി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഈ സാധനം നോട്ടഡ് ആയിരുന്നു. എന്തായാലും കഞ്ചാവ് കേസിൽ ഇവനെ പൊക്കിയപ്പോൾ നൈസായിട്ട് ഇതും കൂടെ ചേർത്ത് അവന്മാരങ്ങ് പണിഞ്ഞ് എന്നാണ് എനിക്ക് തോന്നിയത്. അതിലേക്ക് നമുക്ക് വിശദമായിട്ട് പറയാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കുറെ അമ്മമാര് ഈ കിരൺദാസിനെ അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ വേടനെ, അതായത് നമ്മുടെ വേടനെ അനുകൂലിച്ച് ഒരുപാട് പേര് വരുന്നുണ്ട്. വേടനെ കുടുക്കിയതാണ് എന്നത് ഉള്ള തരത്തിലാണ് ഇവർ പറയുന്നത്. കുറെ ഇപ്പിൽക്കണ്ണി കുഞ്ഞുങ്ങൾ വന്നിരുന്ന് നമ്മുടെ ഈ ഒരു കമന്റ് ബോക്സിലും കാര്യത്തിലും ഒക്കെ വന്നിരുന്ന് വിരകുക. ശരിക്കും ഈ പാട്ടിന്റെ ആ ഒരു രാഷ്ട്രീയം, ആ പാട്ടൊക്കെ ആയിട്ടാണ് വന്ന് നമ്മളിലേക്ക് ഈ പുള്ളിക്കാരൻ എത്തിയത്. അതൊന്നും ഇഷ്ടപ്പെടാത്തവര് കയറി കുടുക്കിയതാണെന്നാണ് ഇവന്മാരൊക്കെ വന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ പച്ചയ്ക്ക് രാഷ്ട്രീയം പറയുന്നവന്മാരെ പോലും ഒരു പട്ടിയും മൈൻഡ് ചെയ്യുന്നില്ല, എന്നിട്ടാണ് ബാക്കിയുള്ള രാഷ്ട്രീയം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവൻ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അത് ഒരു ഒന്നിനും ഗുണമില്ല. അവൻ പറഞ്ഞ രാഷ്ട്രീയം ഗുണമുണ്ടാക്കിയത് അവന് മാത്രമാണ്. അവന്റെ പാട്ട് കൊള്ളത്തില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, നല്ല പാട്ടുകളാണ്. പക്ഷെ അവൻ പാടിയ പാട്ടുകളിലൂടെ രാഷ്ട്രീയം കൂടി ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് ഈ വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എക്സിസ്റ്റ് ചെയ്യുന്നത്. വെറും ഒരു റാപ്പർ ആയിരുന്നെങ്കിൽ ഇവനിക്ക് ഇത്രയും ഒരു സ്വീകാര്യത ലഭിക്കില്ലായിരുന്നു, ഇത്രയും ഫാൻസും കിട്ടില്ല. അവൻ പാടിയ രാഷ്ട്രീയം അവൻ ഒരു മാർക്കറ്റിംഗിന് വേണ്ടി യൂസ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും സമൂഹത്തെ നന്നാക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊന്നും അല്ലത്. അത് ഈ ഒരു കേസ് വന്നപ്പോ മനസ്സിലായി. എന്തായാലും അവന്റെ എഴുത്തും കൊള്ളാം, പാട്ടും കൊള്ളാം. അതുകൊണ്ട് അവന്റെ കരിയർ ഗ്രോ ആയി. ഈ ഇവനെ കുടുക്കിയതാണെന്ന് പറഞ്ഞ് വരുന്ന ആ ഇത്തിൽ കണ്ണികളോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഇവൻ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇവനെ ആരും കുടുക്കിയതല്ലെന്ന്. എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ കാണിക്കാം. ആവശ്യമുണ്ട്, ഞാൻ വന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കും. ഇപ്പൊ എനിക്ക് പോകാനോ ഇല്ല ആരും ഒരു കൂടാനത്തിനുള്ള ബാക്കിയുള്ള ഞാൻ വന്നിട്ടുണ്ട്. അവനെ ഒരാളും കുടുക്കിയതല്ല. ഇതിൽ ഒരു തരത്തിലുള്ള ഗൂഢാലോചനയും ഇല്ല. ബാക്കി കാര്യങ്ങൾ അവൻ വന്നിട്ട് പറയാമെന്നാണ് വേടൻ പറയുന്നത്. ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ള, ഇവനെ ആദ്യത്തെ വട്ടമല്ല ഈ ഇല യൂസ് ചെയ്ത കേസിൽ പൊക്കുന്നത്. 2022 ഇവനെ പൊക്കിയിട്ടുണ്ട്. അന്ന് 11 ഗ്രാം ഇവന്റെ കയ്യിൽ നിന്ന് പിടിച്ചത്. അതും പൊക്കിയത് ഇവന്റെ ഷഡിക്കകത്തുനിന്ന്. ആദ്യമായിട്ടൊന്നും അല്ല ഇപ്പൊ പൊക്കിയിരിക്കുന്നത്. പിന്നെ ഇവൻ തന്നെ സമ്മതിക്കുന്നുണ്ട് ഇവൻ അത് യൂസ് ചെയ്യുന്നുള്ള കാര്യം. പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ ഇത്ര ചോർച്ചില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ആ ഒരു കാര്യത്തിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. പക്ഷെ പെട്ടത് പുലിപ്പല്ലിലാണ്. അത് നേരെ വനവകുപ്പിലേക്ക് കൈമാറുകയാണ് ചെയ്തത്. ശരിക്കും നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? ശരിക്കും ഇവന്റെ പാട്ടിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഇവനിക്ക് നല്ല കഴിവുണ്ട്, നല്ല രീതിയിൽ പാട്ട് എഴുതുന്നുണ്ട്, പാടുന്നുണ്ട്. വേറൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇമാതിരി കൊല്ലായ്മയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ഇവൻ അവന്റെ കഴിവിനെയും കൂടിയാണ് ഇല്ലാണ്ടാക്കുന്നത്. അതെവിടെയും പറയാൻ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അവൻ നല്ല രീതിയിൽ ചെയ്തു വെക്കുന്ന അവന്റെ വർക്കിനെ പോലും അവഹേളിക്കുന്ന തരത്തിലാണ് ഈ പറയുന്നത്. ആ പരിപാടിയാണ് ഇവൻ ഈ കാണിക്കുന്നത്. വേടന്റെ ഒരുപാട് അടിമകളായിട്ടുള്ള ഒരുപാട് പയ്യന്മാരുണ്ട്. ഈ വേടന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു ഇതിൽ തന്നെ വൈബിൽ തന്നെ പോകുന്നവന്മാരെ അവന്മാരും അടിക്കുന്നവന്മാരായിരിക്കും. വേടനെ പറഞ്ഞു കഴിഞ്ഞാല് അത് കമന്റ് ബോക്സിൽ വന്ന് അറഞ്ചം പുറഞ്ഞ തെറിയാണ്. ശരിക്കും വെറുതെ അല്ല പോലീസ് പിടിച്ച് വേടനെ അകത്തിട്ടിരിക്കുന്നത്. ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, കഞ്ചാവുണ്ട്, പുലിപ്പല്ലുണ്ട്, ഇതെല്ലാം ഉൾപ്പെട്ടത് കൊണ്ടാണ് അവനെ അകത്തിട്ടത്. അല്ല വെറുതെ ആരെയും പിടിച്ച് അകത്തിടത്തില്ല. അതാദ്യം ഈ ഫാൻസുകാരൊക്കെ ഒന്ന് മനസ്സിലാക്കിയ കൊള്ളാം. കഴിവുള്ളവൻ ഇവിടെ എന്തും കാണിക്കാമെന്നാണ് നിങ്ങളുടെയൊക്കെ വിചാരം. ഇവിടെ ഒരു നിയമം പറയുന്നുണ്ട്, അതിനപ്പുറം പോയാൽ അവനെയൊക്കെ അടിച്ച് താഴെ തന്നെ ഇടും. ഇവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് വീഡിയോസിന്റെ അടിയിൽ കമന്റ് വരുന്നുണ്ട്. ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും 100% 916 പലിക്കാർ തന്നെയാണ്. എന്തായാലും ഇനി ഇവന്റെ പുലിപ്പല്ല് കേസിലേക്ക് വരാം. ഇതിവൻ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത ഒരു ഫോട്ടോ ആണ്. ഈ ഫോട്ടോയിലകത്ത് ഇവൻ മാലയ്ക്കകത്ത് പുലിപ്പല്ല് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത് കൃത്യമായി ഫോറസ്റ്റുകാർ നോട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ പച്ചില കേസിൽ പിടിക്കുന്നതിന് മുമ്പേ തന്നെ ഫോറസ്റ്റുകാർ ഇത് നോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു കേസിൽ ഇവനെ പൊക്കിയപ്പോൾ നൈസായിട്ട് അതുകൂടെ ചേർത്ത് പൊക്കി. പണിത് തന്നെയാണ്, 100% പണിതാണ്. അത് പണിയാൻ വേണ്ടിയിട്ട് ഇവൻ നിന്നു കൊടുത്തിട്ടല്ലേ? ഇവൻ എന്തായാലും അതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്തിട്ടല്ലേ ഇവനെ പിടിച്ചകത്താക്കി. എന്തായാലും വലിയ ഷോ ഒക്കെ കാണിച്ച് മാലയും തൂക്കിയിട്ട് ഇവൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടുമ്പോ ഇതൊന്നും ആലോചിച്ചില്ലേ? ശരിക്കും തോന്നിയ പോലെ ഇതും വലിച്ചു കയറ്റി ഇതുപോലെ തോന്നിയ വാസം ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ പെടും, അത് സ്വാഭാവികം. അപ്പൊ ഇവനെ പൊക്കിയ സമയത്ത് ഇവൻ പറഞ്ഞത് ഈ പുലിപ്പല്ലി ഏതോ ചെന്നൈയിൽ വെച്ചെന്തോ ഒരു പ്രോഗ്രാമിന് പോയപ്പോഴത്തേക്ക് ഒരു ആരാധകൻ കൊടുത്താണെന്നാണ് പറയുന്നത്. ആരാധകന്റെ പേര് രഞ്ജിത്ത് കുമ്പിടി. എന്തായാലും ഈ ആരാധകന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇവൻ അറിയത്തില്ലെന്നാണ് പറയുന്നത്. എന്തായാലും ഇതിനെപ്പറ്റി അന്വേഷിച്ച് കൂടുതൽ കാര്യങ്ങൾ തെളിയുമെന്നുള്ളത് ഉറപ്പാണ്. ഇവൻ ഇനി ആരാധകൻ സമ്മാനിച്ചതാണോ അതോ ഇവൻ തന്നെ ഇവന് സമ്മാനിച്ചതാണോ എന്നൊക്കെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. ശരിക്കും ഈ പുലിപ്പല്ല് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊന്നും ഇവൻ അറിയത്തില്ലായിരുന്നു എന്നാണ് പറയുന്നത്. നമുക്കൊരു നിയമമുണ്ട്, അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിഞ്ഞില്ലെങ്കിലും ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു സാധനം അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു സാധനം ചെയ്താൽ അത് കുറ്റകരം തന്നെയാണ്. അതും ഇത് ഇവന് ലഭിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെയാണ്, ചെന്നൈയിൽ വെച്ചിട്ട്. അല്ലാതെ ഇവൻ വിദേശത്ത് പോയപ്പോ അവിടെ വെച്ച് ആരും സമ്മാനിച്ചതല്ല. എന്തായാലും പോലീസിന്റെ പ്രൈമറി അന്വേഷണത്തിൽ ഇത് ഒറിജിനൽ സാധനം തന്നെയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ കേസ് അന്വേഷിക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. ഇപ്പൊ നമ്മൾ നിലവിൽ അദ്ദേഹത്തെ കോടതിയിലേക്ക് കൊണ്ടുപോവാണ്. അതിന് മുമ്പ് മെഡിക്കൽ എടുക്കണം.
നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. ശ്രീലങ്കൻ പൗരനല്ല അദ്ദേഹം. ഈ ശ്രീലങ്കയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയ വളരെയധികം ആൾക്കാരുണ്ടല്ലോ ഇന്ത്യയിൽ തന്നെ. ഇദ്ദേഹത്തിന്റെ അമ്മയും ശ്രീലങ്കൻ ശ്രീലങ്കൻ ഈ നമ്മുടെ ഹിരൺദാസിന്റെ അമ്മ ശ്രീലങ്കൻ. എന്നാൽ ഈ ഗിഫ്റ്റ് കൊടുത്തവനും ശ്രീലങ്കൻ വംശകൻ തന്നെയാണെന്നാണ് പറയുന്നത്. ഈ വേടന്റെ മാതാവും ശ്രീലങ്കൻ വംശകയാണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ ഇവനുണ്ട്. അതൊരു ചെറിയ കണക്ഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ശ്രീലങ്കൻ വംശകം വന്നിട്ട് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു, അത് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. ബാക്കിയും കൂടെ കാണാം. സാർ, ഈ പല്ലായിട്ട് കിട്ടിയത് അത് പിന്നെ മോഡിഫൈ ചെയ്യുകയായിരുന്നു. അത് ഓൾട്രേഷൻ വരുത്തിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്കിപ്പോൾ അതും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തൃശ്ശൂരുള്ള ഒരു സ്ഥലമാണ്, വിയ്യൂരിനടുത്തൊരു സ്ഥലത്താണ് ഒരു ജ്വല്ലറി ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ശരിക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരാള് സ്റ്റേജിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സാധനം കൊടുത്തതല്ല. ഇവൻ പേഴ്സണൽ ആയിട്ട് ഇരുന്ന സമയത്ത് ആരോ വന്ന് പേഴ്സണൽ സമയത്ത് ആ ഒരു പ്രൈവറ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ വന്ന് കൊണ്ട് കൊടുത്തതായിരിക്കാനാണ് സാധ്യത. അതും പുലിയുടെ ഒരു പല്ല് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറയുമ്പോൾ അതും പല്ലായിട്ടാണ് കൊടുത്തതെന്ന് പറയുന്നത്. ആ പല്ല് കൊണ്ടുപോയി മാലയാക്കി, അവൻ മോഡിഫൈ ചെയ്ത് മാലയാക്കി. അത് പുലിയുടെ പല്ലാണ്. അതുണ്ടാക്കി അവൻ കഴുത്തിലിട്ടിട്ടുണ്ടെങ്കിൽ അത് ഒറിജിനൽ ആണെന്ന് അവന് കൃത്യമായ ബോധ്യതയുണ്ട്. ശരിക്കും ഇതിൽ പരിശോധിക്കാനുള്ളത് അവന് ഗിഫ്റ്റ് കിട്ടിയതാണോ അതോ ഇനി പൈസ കൊടുത്ത് വാങ്ങിച്ചതാണോ എന്ന് അന്വേഷിക്കേണ്ട കാര്യം. ശരിക്കും ഇവൻ രക്ഷപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രഞ്ജിത്ത് കുമ്പിടി ഇത് കൊടുത്ത ഈ പുലിപ്പല്ല് കൊടുത്ത ആ പയ്യൻ, ആ പുള്ളിക്കാരൻ എന്ന് പറയുന്നത് വിദേശത്തെങ്ങോട്ടോ ആണെന്നാണ് പറയുന്നത്. അവനെന്തായാലും ആരും അങ്ങോട്ട് അന്വേഷിച്ചു പോകാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് സത്യാവസ്ഥ അറിയാനും പറ്റത്തില്ല. എന്തായാലും ഇതൊരു ചില്ലറ കേസല്ല. പെടാനുള്ള എല്ലാ ചാൻസും ഈ ഒരു കേസിൽ കാണുന്നുണ്ട്. ഹണ്ടിങ്ങിന്റെ പേരിൽ 9 വകുപ്പുകൾ ചുമത്തിയാണ് ഇവന്റെ പേരിൽ ഇപ്പൊ കേസ് എടുത്തിരിക്കുന്നത്. ഇവൻ ഹണ്ട് ചെയ്താലും ഹണ്ട് ചെയ്തില്ലെങ്കിലും ഇവന്റെ പേരിലാണ് അങ്ങനെ ഒരു കേസ് വന്നിരിക്കുന്നത്. 3 തൊട്ട് 7 കൊല്ലം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒരു കേസാണിത്. ഇപ്പൊ ഹണ്ടിങ് എന്നൊരു വകുപ്പിൽ നിന്ന് ഇവൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു സാധനം കൈവശം വെച്ചതിന് അതിന്റെ പേരിൽ ഇവനെതിരെ കേസ് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എങ്ങനെയൊക്കെ നോക്കിയാലും ഇവൻ പെടും. ഇനിയിപ്പോ കുറേമാര് വരും. പ്ലാസ്റ്റിക് ആണെന്നും പറഞ്ഞ് പുലിപ്പല്ല് പ്ലാസ്റ്റിക് ആണെന്നും പറഞ്ഞ് കൊടുത്ത് വേടനെ പെടുത്തിയാണെന്ന് പറഞ്ഞ് കുറേമാര് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.